ഏകദേശം ഒരു പശുവിന്റെ അത്രയും പൊക്കമുള്ള ഒരു പന്നി നടന്നു പോയ ഒരു കാഴ്ചയുണ്ട്. തൃശ്ശൂർ നഗരത്തിന്റെ നടുക്ക് സൈജു കുറുപ്പ്, അജു വർഗീസ്, പ്രശാന്ത് അലക്സാണ്ടർ, ജാഫർ ഇടുക്ക്, ടി ജി രവി, അതുപോലെ തന്നെ വിജയ് മേനോൻ, പിന്നെ സോഹൻ സീനിലാൽ, ഇങ്ങനെ പ്രശാന്ത് മുരളി, അങ്ങനെ കുറച്ച് ആക്ടേഴ്സ്, അനുമോൾ, മഞ്ജുപിള്ള, സരിത കുപ്പു, അൽതാഫ് സലീം, വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. പേര് ഞാൻ പറയുന്നില്ല. നമസ്കാരം. നമ്മുടെ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങൾ ആണ് നമ്മൾ പൊതുവെ ഇവിടെ ചർച്ച ചെയ്യാറുള്ളത്. സാധാരണക്കാരായ ജനങ്ങൾ ഒരു സമയത്ത് ഉറ്റുനോക്കിയിരുന്ന ഒരു വിഷയമാണ് അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ തുടങ്ങിയ വിഷയങ്ങൾ. അത് നമ്മുടെ നാട്ടിൽ വലിയ വാർത്തയായിരുന്നു. അതേ വിഷയം ചർച്ച ചെയ്തുകൊണ്ട്, ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ശ്രീ MA നിഷാദ് സംവിധാനം ചെയ്ത ഒരു പുതിയ സിനിമ ഇന്ന് റിലീസായിട്ടുണ്ട്. അത് കേരള ടാക്കീസിന്റെ ബാനറിൽ MA നിഷാദ് തന്നെ നിർമ്മിച്ച് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയ തിരക്കഥാകൃത്തിനെ കിട്ടിയിരിക്കുകയാണ്. ഇദ്ദേഹം നമ്മുടെ ചർച്ചകളുടെ ഒരു സ്ഥിരം സാന്നിധ്യമാണ്. മുൻപ് പല സിനിമകളിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര തിരക്കഥാകൃത്തായി അദ്ദേഹം ആദ്യമായാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. സ്വാഗതം ജുബിൻ ജേക്കബ്. സോ ഈ ചിത്രത്തിന്റെ പേര് ലർക്ക്, ഒരു ഇംഗ്ലീഷ് പേരാണ്, LURK, ലർക്ക്. അത് മലയാളത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. അതായത് പതിയിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രതീതിയാണ് അതിന്. ശരിക്കും അതിനൊരു മലയാളം വാക്ക് നമ്മൾ പറഞ്ഞാൽ അത് കോമഡി ആയി പോകും. ലർക്ക് എന്ന് തന്നെ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. താങ്കളുടെ അനുഭവങ്ങൾ പറയൂ. ഈ സിനിമയിലേക്ക് താങ്കൾ ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി സിനിമകളിൽ, സഹായിയായും തിരക്കഥ എഴുതാനുള്ള സഹായം, ഡയലോഗ് സഹായം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഒരു അസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് ഇത് ആദ്യമായിട്ടാണ് എത്തുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? നമ്മൾ പല സിനിമകളുടെയും ഭാഗമായി അൺക്രെഡിറ്റഡ് ആയിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഏകദേശം മുഴുവനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. അത് ഇദ്ദേഹത്തിന്റെ തന്നെ MA നിഷാദ് സാറിന് തന്നെ ഒരു അന്വേഷണത്തിന് തുടക്കുന്ന സിനിമയായിരുന്നു. 2024 പുറത്തിറങ്ങിയ സിനിമ. അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അപ്പൊ അതിൽ തന്നെ ചെറിയ ചെറിയ കുറച്ച് ഡയലോഗ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റി. അങ്ങനെയും കുറച്ച് അസിസ്റ്റൻസ് ചെയ്യാൻ പറ്റി. അപ്പൊ അതേ തുടർന്ന് ആണ് അദ്ദേഹം കുറെ ചർച്ചകൾ, കുറെ കഥകൾ ചർച്ച ചെയ്തു. അപ്പൊ പെട്ടെന്ന് വന്നൊരാശയമാണ് ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നൊരു കാര്യം. അതൊരു വാർത്തയിൽ നിന്നാണ് തുടക്കം. ഒരു കർഷകന്റെ ഭാര്യയെ കാട്ടാന ആക്രമണത്തിൽ മരിച്ച് പോകുന്ന ഒരു വാർത്തയിൽ നിന്നാണ് തുടക്കം. ഇത് കേരളത്തിലെ കുറെ കാലമുണ്ട്. കേരളത്തിൽ എന്ന് പറയാൻ പറ്റില്ല, കാടിനോട് ചേർന്ന് എവിടെയൊക്കെ മനുഷ്യവാസമുണ്ടോ അവിടെ എല്ലാം സാർവദേശീയമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് മൃഗങ്ങളുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്. എപ്പോഴും ഉണ്ടാവും. അത് സാധാരണ ഈ കാട്ടുപന്നി പോലുള്ള അല്ലെങ്കിൽ ആന പോലുള്ള മൃഗങ്ങൾ ഇറങ്ങുന്നു, കൃഷി നശിപ്പിക്കുന്നു, ആളുകളുടെ ജീവന ഭീഷണി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലം നശിപ്പിക്കുന്നു, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. ഇനി പ്രൊഡക്റ്റേഴ്സ് ആയിട്ടുള്ള ആനിമൽസ്, കടുവ അല്ലെങ്കിൽ പുലി പോലുള്ള ജന്തുക്കളാണെങ്കിൽ അത് ഇറങ്ങിയിട്ട് മനുഷ്യരെയും കന്നുകാലികളൊക്കെ ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ ഇത് നമ്മുടെ നാട്ടില് കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അധികാരികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ അതെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. ശരി. ഇടുക്കി ജില്ലയിലാണ് ഇതിന്റെ ഭൂരിഭാഗവും ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലേ? അതെ അതെ. അവിടെ കൂടുതലും ഈ പറയുന്ന മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ മലയോര ജില്ലകൾ എന്ന് പറയുമ്പോൾ ഇടുക്കി, അതുപോലെ തന്നെ വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ, അതുപോലെ കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിൽ പൊതുവെ കാടിനോട് ചേർന്ന് അതിർത്തി പങ്കിടുന്ന എല്ലാ പ്രദേശങ്ങളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനിയും തീർത്തും മലയോര പ്രദേശം അല്ലെങ്കിൽ കാടിനോട് അടുത്തുള്ള സ്ഥലം അല്ലെങ്കിൽ പോലും, ഈവൻ ഞാൻ താമസിക്കുന്ന വെണ്ണിക്കുളം പോലുള്ള സ്ഥലങ്ങളിൽ പോലും കാട്ടുപന്നിയുടെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുറുക്കന്റെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അതിനേക്കാൾ മറ്റൊരു സ്കെയിലിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും വനം വകുപ്പാണെങ്കിലും ചെയ്യേണ്ടതുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ ഒരു ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ശരി ശരി. അത് കത്രിയൊക്കെ ഇരയായില്ലല്ലോ, തിയേറ്ററിലുണ്ടല്ലോ അത്? ഇല്ലല്ല, അത് 2 സീനിൽ വന്നിട്ടുണ്ട്. അത് ശരിക്കും ഒരു
ഇറച്ചിവെട്ടുകാരന്റെ അത് കഥ വേഷമാണ്. പറയണ്ട. അങ്ങനെ ഒരു ചെറിയ റോൾ മാത്രമല്ല. ശരി, എന്തായിരുന്നു ഇതിന്റെ ഒരു പ്രോസസ്സ്? ഈ ഒരു കഥ താങ്കളുടെ മനസ്സിൽ ഉദിക്കുന്നു, അത് ചർച്ച ചെയ്യുന്നു നിഷാ സാറുമായിട്ട്. അതിനുശേഷം ഈ തിരക്കഥയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെതായ ചില റിസർച്ചുകൾ, കാരണം ഇതൊരു റിയൽ വേൾഡ് സിനാരിയോ ആണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. കഥ അദ്ദേഹത്തിന്റെ കഥാതന്തുവാണ് ശരിക്കും പറഞ്ഞത്. ഓക്കെ. അതിനകത്ത് ഞാൻ കഥയുടെ കാര്യങ്ങളിലും കാര്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ടില്ല. അതായത് ഈ ഒരു മലയോര പ്രദേശത്തുണ്ടാകുന്ന ഒരു പ്രതിസന്ധി, അത് അവിടെ ഒരു കാട്ടുമൃഗത്തിന്റെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത്, ഒരു ടിപ്പിക്കൽ മലയോര പ്രദേശത്തുണ്ടാകുന്ന ഒരു പ്രതിസന്ധി, അത് നമ്മളൊരു സാങ്കല്പിക സ്ഥലമാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നാമധേയത്തിലാണ് ആ ഒരു സ്ഥലം നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പൊ അത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അവിടേക്ക് അങ്ങനത്തെ ഒരു ആ ഒരു വൈതരണി തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവരുന്ന ഒരു വെറ്റനറി സർജൻ, അയാളൊരു ട്രാങ്കുലൈസർ ആണ്, ഒരു ഷാർപ്പ് ഷൂട്ടറാണ്. അപ്പൊ അയാൾ വന്നു കഴിഞ്ഞിട്ട് ആ പ്രദേശത്തുണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അയാൾ ചില ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെയാണ് ആ സിനിമ ചർച്ച ചെയ്യുന്നത്. അതിന് സമാന്തരമായിട്ട് തന്നെ ഒരു പൊളിറ്റിക്സും ഈ സിനിമ സംസാരിച്ചു പോകുന്നുണ്ട്. അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. എന്താണ് ഇതിലെ രാഷ്ട്രീയ തലം എന്ന് താങ്കൾ പറഞ്ഞത്? ഇതിലെ രാഷ്ട്രീയ തലം എന്ന് പറയുമ്പം സർക്കാർ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ പലയിടത്തും കാര്യക്ഷമമല്ലാതായി വരുമ്പോൾ ഒരു സമാന്തര സർക്കാർ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ചില രാഷ്ട്രീയവാദികൾ, അല്ലെങ്കിൽ പലയിടത്ത് ഈ പറഞ്ഞ പോലെ വന മേഖലകളിലൊക്കെ ചില പ്രത്യേക രീതിയിലുള്ള പ്രത്യയ ശാസ്ത്രങ്ങളുമായി നടക്കുന്ന സംഘടനകളുണ്ട്. അതിൽ ഭൂരിഭാഗവും നിരോധിത സംഘടനകളായിരിക്കും. അപ്പൊ അവര് ഒരു സായുധ വിപ്ലവം പോലുള്ള കാര്യങ്ങളിലൂടെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുമെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കുകയും അവരുടെ ഐഡിയോളജീസ് ജനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം, അത് ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു അരനൂറ്റാണ്ടായിട്ടെങ്കിലും നടന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും പലയിടത്തും നടക്കുന്നുണ്ട്. അതിനെ നേരിടാൻ സർക്കാർ ഒരുപാട് പണം ചെലവാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ശരിക്കും ജനപക്ഷത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പല ആക്ഷൻസ് കൊണ്ട് ജനപക്ഷത്താണ്. എന്നാൽ സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് പകരമായിട്ട് നിലകൊള്ളാമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഉളവാകുന്ന അരാഷ്ട്രീയവാദം ഒരു തരത്തിലുണ്ട്. രാഷ്ട്രീയം പറയുന്നെങ്കിൽ ആ രാഷ്ട്രീയത്തിനുള്ളൊരു അരാഷ്ട്രീയവാദമുണ്ട്, ഒരു അരാജകത്വത്തിന്റെ ഒരു ചേരുവ അതിൽ വരുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതിൽ ലെയർഡാണത്. അതെ അതെ, അത് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ നിരവധി രാജ്യത്ത് കണ്ടു കഴിഞ്ഞു. തൽപര കക്ഷികൾ. തീർച്ചയായും. ശരി. സോ ഞാൻ ഇടയ്ക്ക് കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്, നമ്മുടെ 2018 ഫ്ലഡിന് ശേഷം കുറെ അധികം ആനിമൽ ഡിസ്പ്ലേസ്മെന്റ് നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഈ കാട്ടുപന്നികളുടെയൊക്കെ ഒരു ശല്യം കൂടാനുള്ള ഒരു കാരണം അതായിരിക്കും എന്ന് എന്റെ റിസർച്ചിൽ എനിക്ക് തോന്നുന്നു. കാട്ടുപന്നി ഇപ്പൊ ശരിക്കും കാട്ടുപന്നി എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു നഗരവാസി പന്നി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കാട്ടുപന്നി ഉണ്ട്. ആരും കൃഷി ചെയ്യുന്നില്ല കാട്ടുപന്നിയെ പേടിച്ച്. കുട്ടനാട്ടിൽ പോലും വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്കൊന്ന് ഒരു 4-5 മാസം മുമ്പ് കുട്ടനാട്ടിലെ ഒരു സ്ഥലത്ത് ഞാൻ നോക്കുമ്പം എന്റെ ജന്മസ്ഥലമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. അവിടെ ഞാൻ ഒരിക്കലും കാണാത്ത ഒരു കാഴ്ച, അത് ഒരു വീഡിയോയിൽ കണ്ടതാണ്. കാട്ടുപന്നി അതിനെ ഒരിക്കലും പരിചിതമല്ലാത്തൊരു ടെറൈനിൽ കൂടെ ഓടിപ്പോകുന്നു, തോട്ടിച്ചാടുന്നു, നാട്ടുകാർ അതിനെ ചേസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളൊരു കാഴ്ച നമ്മളാരും, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ പോലും അങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പൊ ഈ പറഞ്ഞ 2018 ഫ്ലഡ് ഇങ്ങനത്തെ ഒരു സംഭവത്തിന് വഴിതെളിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. 2018 ഞാൻ ഈ റെസ്ക്യൂ വർക്കുകളെല്ലാം കഴിഞ്ഞ ഒരു ദിവസം രാത്രി വരുമ്പോൾ എന്റെ കാറിന്റെ മുന്നിൽ ഏകദേശം ഒരു പശുവിന്റെ അത്രയും പൊക്കമുള്ള ഒരു പന്നി നടന്നു പോയൊരു കാഴ്ചയുണ്ട്. അതിപ്പോഴും എന്റെ മനസ്സിലിങ്ങനെ നിൽക്കുക. കാരണം അത്രയ്ക്ക് ഞാൻ ഭയന്നു പോയൊരു കാഴ്ചയായിരുന്നു. കാരണം അത് തിരിഞ്ഞ് എന്റെ കാറിന് നേരെ നിന്ന് കഴിഞ്ഞാൽ കാറ് ഇടിച്ചത് ശരിപ്പെടുത്തി കളയും. ആ രീതിയിലുള്ള അത്രയും ഭീമാകാരമായ ഒരു പന്നി. അതെങ്ങനെ അതുവരെ ഇല്ലാത്തൊരു ജീവി ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ അത് ഈ നാട്ടിലുള്ള പല സ്ഥലങ്ങളും, പ്രത്യേകിച്ച് ഞാനിപ്പോ താമസിക്കുന്ന തിരുവല്ലയ്ക്ക് കിഴക്കോട്ടുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് വീടുകൾ ആൾതാമസം ഇല്ലാതെ കാട് പിടിച്ച് കിടപ്പുണ്ട്.
ഇത് ഒരു 2 വർഷത്തിനുള്ളിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഈ പന്നിയൊക്കെ വന്ന് അവിടങ്ങളിൽ താവളമാക്കി അവിടെ പെറ്റുപെരുകി. ഈ 2 വർഷം എന്ന് പറയാൻ പറ്റില്ല, ഒരു 1.5 വർഷത്തിനുള്ളിൽ വരുന്നത് കോവിഡാണ്. കോവിഡ് ലോക്ക്ഡൌൺ ആണ്. അതെ. ആ കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് പിന്നെയും കാടുകൾ പെരുകി. അതായത് പെറ്റുപെരുകാനുള്ള ഒരു അവസരവും ഉണ്ടായി. പെറ്റുപെരുകാനുള്ള ഇടമെന്ന് പറയുമ്പോൾ നമ്മൾ അർബൻ ജംഗിൾ എന്ന് പറയുന്നത് സാധാരണ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ കൂട്ടത്തെയാണ്. പക്ഷെ ഇത് ലിറ്ററലി അർബൻ ജംഗിളായി മാറുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടായത്. കാരണം നമ്മുടെ അതെ. നഗരങ്ങളിൽ തന്നെ കാടുകൾ ഉണ്ടായി, അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ജന്തുക്കൾ വന്നിരിക്കുന്നു. ഞാൻ അതിനിടയ്ക്ക് കണ്ടൊരു കാഴ്ചയുണ്ട്. തൃശ്ശൂർ നഗരത്തിന്റെ നിരക്ക് ഇവ നടത്തറയാണെന്ന് എന്റെ ഓർമ്മ. രാത്രി 1:30 റോഡിന്റെ നടുവില് എന്റെ കാറിനെ ക്രോസ് ചെയ്ത് മുള്ളംപന്തി പോയി. ഉം. പുള്ളി കുറച്ചു നേരം ആ റോഡിന്റെ നടുക്ക് സ്റ്റക്കായി നിന്ന് ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിൽ കുറച്ചു നേരം നിന്നു. അത് കഴിഞ്ഞ് പുള്ളി റോഡ് മുറിച്ച് കടന്നുപോയി. ഞാനും ആലോചിച്ചടാ, ഞാൻ ഇത് തൃശ്ശൂർ നഗരത്തിൽ തന്നെയാണോ അതോ ഇനി വേറെ വല്ല സ്ഥലത്താണ്? അപ്പൊ അങ്ങനെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഒരു മിത്തല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് ഈ പഞ്ചായത്തും മറ്റും പന്നികളെ വേട്ടയാടാൻ പലർക്കും അനുമതി കൊടുത്തു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒരു കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് എന്തൊക്കെയോ ഒരു പകർച്ചവ്യാധി വന്ന് കുറെ പന്നികൾ ചത്തൊടുങ്ങി പോകുന്നുണ്ട്. എന്നാലും പന്നികളെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ കഴിഞ്ഞ ദിവസം കൂടി രാത്രിയിൽ ഒരു 2-2:30 സമയത്തോടടുത്ത് ആ ഒരു സമയത്ത് യാത്ര ചെയ്തപ്പോൾ ഒരു 4 പന്നികളെ റോഡ് വെച്ച് കണ്ടു. കുട്ടനാട്ടിൽ കാട്ടുപന്നി കണ്ടം വഴി ഓടുന്നത് തികച്ചും ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. ശരി, ഇനി അല്പം വെടിയിറച്ചിയുടെ രാഷ്ട്രീയം പറയാം. വെടിയിറച്ചിയുടെ രാഷ്ട്രീയം. ഇപ്പോൾ ഈ വെടിക്കാര് വരുന്നു, വെടിക്കാര് വന്നതിന് ശേഷം പന്നിയെ കൊല്ലുന്നു, പന്നിയെ കുഴി മൂടി മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുന്നു, അല്ലേ? അതെ അതെ, അങ്ങനെ എന്തോ ആണല്ലോ. അപ്പോ ഇത് എന്തുകൊണ്ട് ഈ ഇറച്ചി ഭക്ഷ്യയോഗ്യമാക്കുന്നില്ല, എന്തുകൊണ്ട് ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ അന്നിരുന്ന മുഖ്യമന്ത്രി എന്തോ ഒരു കാര്യം, എതിരെയല്ല, അനുകൂലമായി എന്തോ പറയുകയുണ്ടായിരുന്നു. അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലെന്നോ അങ്ങനെ എന്തോ പറയുകയുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഞാൻ പല സീനിയേഴ്സിനോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ പറയുന്ന ഈ വേട്ട എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, ഇപ്പോ മറ്റ് രാജ്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ഓരോ മൃഗങ്ങൾക്ക് ഓരോ സീസൺ ഉണ്ട്. അതെ അതെ. നമ്മുടെ ഇവിടെ സീസൺ എന്ന് പറഞ്ഞാൽ കന്നിമാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഈ ഒരു സിനിമയിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് പറഞ്ഞു പോകുന്നുണ്ട്. അതായത് മറ്റു രാജ്യങ്ങളിൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് അല്ലാത്ത മൃഗങ്ങളെ അതിന്റെ പെറ്റുപെരുകൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഓവർ പോപ്പുലേഷൻ തടയാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ സീസൺ എന്ന് പറയുന്ന സമ്പ്രദായം, 1 മാസത്തേക്ക് ആ ഒരു ഇനം ജീവിയെ നിങ്ങൾക്ക് ഹണ്ട് ചെയ്യാം, പിടിക്കാം. അതിനുള്ള ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു പർട്ടിക്കുലർ പീരീഡ് മാത്രം. അപ്പൊ ഓവർ ദാറ്റ് പീരീഡ് എത്ര എണ്ണത്തിന് എന്നുള്ളത് അവരൊരു കണക്ക് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ഹണ്ട് ചെയ്യാം, അതിന്റെ മീറ്റ് കൺസ്യൂം ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വളരെ ബ്ലാങ്കറ്റ് ആയിട്ടുള്ള ഒരു ബാനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ നിയമങ്ങളാണ് പല കാര്യങ്ങളിലും ഇവിടെ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. ഇപ്പം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞ 1972 വന്ന ഒരു നിയമാവലിയാണ് ഇപ്പോഴും വനം വകുപ്പ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് അതും നമ്മൾ ഈ സിനിമയിലൂടെ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. സിനിമ കാണുന്നവർക്ക് മനസ്സിലാകും. അതിനകത്ത് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടില് 1972 വന്ന നിയമത്തില് ഷെഡ്യൂൾ 1, ഷെഡ്യൂൾ 2 അങ്ങനെ ഷെഡ്യൂൾ 5 വരെ ഉണ്ട്. ഈ ഷെഡ്യൂൾ 5 വന്നിട്ടുള്ള വെർമിൻസ് അല്ലെങ്കിൽ ക്ഷുദ്രജീവികൾ എന്ന് ഗണത്തിൽപ്പെടുത്തുന്ന ജീവികളാണ്. അതിനകത്ത് ഈ വവ്വാല്, പന്നിയെലി, കുറുക്കൻ, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാട്ടുപന്നി വെർമിൻ അല്ലായിരുന്നു, പക്ഷെ കാട്ടുപന്നി വെർമിനായിട്ടാണ് കണക്കാക്കിയിരുന്നത്, ഒഫീഷ്യലി അല്ലായിരുന്നു. അതിനെ വെർമിനാക്കി പ്രഖ്യാപിക്കണം എന്നൊരു സജഷനൊക്കെ ഇവിടുന്ന് പലയിടത്തുനിന്നും പോയിട്ടുണ്ട്. പക്ഷേ 2022 ഒരു നിയമ ഭേദഗതി വന്നു. ആ നിയമ ഭേദഗതി വന്നപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ ഈ ഷെഡ്യൂൾ 5 എടുത്തും കളഞ്ഞു. ഈ ഷെഡ്യൂൾ 5 എടുത്ത് കളഞ്ഞപ്പം ആ ഷെഡ്യൂൾ 5 ഉണ്ടായിരുന്ന ജീവികൾ ഓട്ടോമാറ്റിക്കലി സംരക്ഷിത വിഭാഗമായ ഷെഡ്യൂൾ 2 വന്നു. അപ്പം പണ്ട് ഈ നമ്മുടെ വീട്ടിലൊക്കെ ഈ വാഴയിലും പേരയിലൊക്കെ തൂങ്ങിക്കിടന്ന് അത് പഴം തിന്നുകൊണ്ടിരുന്ന വവ്വാലിനെ എറിഞ്ഞിടാമായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ക്രിമിനൽ കേസിലകത്ത് പോകും. പന്നിയിലെ കൊല്ലാനൊക്കെ ഒന്നുമില്ല. പന്നിയിലേക്ക് വിഷം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അകത്ത് പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയാക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ മാമന്മാര്.
അപ്പൊ അത് നിയമത്തിൽ സംഭവിച്ച പിഴവുകളാണ്. അപ്പൊ അങ്ങനത്തെ കാലഹരണപ്പെട്ട അല്ലെങ്കിൽ യാതൊരു ലോജിക്കും ഇല്ലാത്ത നിയമങ്ങൾ അതിനെ പൊളിച്ചു പണിയേണ്ടതുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള ഓപ്പൺ സീസൺ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. ഇതിന്റെ പോപ്പുലേഷൻ കൺട്രോൾ നടത്തണം. പക്ഷെ അതിനൊക്കെ എതിരായിട്ട് കുറെ ശബ്ദങ്ങൾ വരും. ഇപ്പം ഭരണ സംവിധാനത്തിൽ തന്നെ, ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭരണ സംവിധാനത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കുറെ സോ കോൾഡ് മൃഗസ്നേഹികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന, മനുഷ്യൻ ചത്താലും കുഴപ്പമില്ല, മൃഗങ്ങളൊക്കെ സേഫ് ആയിട്ട് നടക്കണമെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ അജണ്ട വേറെയാണ്. കാരണം ആരുടെയും വീട്ടിൽ ഈ പറഞ്ഞ പോലെ ആന പോയിട്ടല്ലെങ്കിൽ ഒരു കാക്കയുടെ പോലും ശല്യം ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല, അതിനകത്ത് ഈ ഭക്ഷണത്തിന്റെ തന്നെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് ഞാൻ പറയാം. അതുണ്ട്. ആ ഭക്ഷണത്തിന്റെ പൊളിറ്റിക്സിൽ തന്നെയാണ് ഈ ഒരു കാര്യം വരുന്നത്. ഇപ്പൊ ഞാൻ പലയിടത്തും ഈ ഗോമാംസ സംബന്ധിച്ചുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിന് ഏറ്റവും കൂടുതൽ വേദിയാവുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടെ കാർ ഓടിച്ചു വരുമ്പം കണ്ട ഒരു വിഷ്വൽ, ഇപ്പോഴും അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ എന്റെ കയ്യിൽ കിടപ്പുണ്ട്. പശുവിനെ കടത്തിയാൽ അല്ലെങ്കിൽ പശുവിനെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട്, ഇറച്ചി വിലക്ക് വാങ്ങിച്ചുകൊണ്ട് ഒരുത്തൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനെ വണ്ടി തടഞ്ഞ് അവനെ വേണ്ടി വന്ന തല്ലിക്കൊന്നിട്ട് പശുവിനെ അഴിച്ചു വിടുന്ന ഒരു സമ്പ്രദായം നിലവിലുള്ള സ്ഥലത്ത് ഒരു വെളുപ്പാങ്കാലത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. അത് NH44, ദ മെയിൻ സ്ട്രീറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന, ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ നീളുന്ന NH44 നടുവില് ഒരു 15ഓളം പശുക്കള് ഏതോ ലോറി ഇടിച്ചിട്ട് ചത്ത് കിടക്കുകയാണ്. ഇതിന്റെ മണ്ടക്കൂടൊക്കെ പലതവണ വണ്ടികൾ കയറി ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പൊ വളരെ നടുക്കത്തോടെ ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. ആ ചത്തുകിടക്കുന്ന പശുക്കളുടെ ജഡം അവിടുന്ന് മാറ്റാൻ പോലും ആരും തയ്യാറാകുന്നില്ല. പശു ഒരു പുണ്യ മൃഗമാണ്, അല്ലെങ്കിൽ അതിനെ മാതൃതുല്യമായിട്ട് സ്നേഹിക്കണമെന്ന് പറയുന്ന ആളുകൾ പോലും അതിനെ നീക്കം ചെയ്യാൻ തയ്യാറാകാതെ അത് അവിടെ റോഡിൽ കിടന്ന് മാംസം അരഞ്ഞ് റോഡിൽ ചേരുവോളം കിടക്കുന്ന കാഴ്ച കാണാനിടയാവും. അപ്പൊ ഇതൊക്കെ ചില ആളുകൾ ചില ആളുകൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പറയുന്നതല്ലാതെ അതിലൊന്നൊരു കാര്യമില്ലെന്ന് തെളിയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. വെറും വാക്കുകൾ. ഭക്ഷണത്തിന്റെ പൊളിറ്റിക്സ് പറയാൻ കാരണം ഇന്നലെയോ കണ്ട ഒരു കാര്യമാണ്. സൊമാറ്റോ രാജ്കോട്ടിൽ ഒരു ഫ്ലെക്സ് വെക്കുന്നു. അതായത് പഞ്ചാബിൽ നിന്ന് എന്താണ് അവരുടെ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ബട്ടർ ചിക്കനോ എന്തൊരു സ്പെഷ്യൽ ലൈക്ക് ഒരു ചിക്കൻ ഡിഷ് അങ്ങനെ പറഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നു സൊമാറ്റോ വഴി എന്നൊക്കെ പറഞ്ഞൊരു പരസ്യം വെച്ചിട്ട് അവർക്ക് ആ ഫ്ലെക്സ് അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നു. കാരണം ഗുജറാത്തിലെ രാജ്കോട്ടിലെ ഭക്ഷണ സംസ്കാരം വെജിറ്റേറിയൻ ആണത്രേ. ഇത് സൊമാറ്റോ എന്ന് പറയുന്ന ഒരു ഫുഡ് ഡെലിവറി ആപ്പിന്റെ പരസ്യമാണ്. ഈ പരസ്യത്തിൽ അവരൊരു നോൺ വെജിറ്റേറിയൻ ഡിഷ് മെൻഷൻ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒഫൻഡഡ് ആവുന്ന ഒരു ജനത. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയങ്ങളാണ് ഈ പറയുന്ന മൃഗസംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഇവരെ എത്തിക്കുന്നതും. പക്ഷെ അതിന്റെ പുറകിൽ എന്തെങ്കിലും കാമ്പുണ്ടോ കഴമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതെല്ലാം ബിസിനസ്സാണ്. ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയൊരു ഫുഡ് ചെയിനുകളിൽ ഒന്നാണ് KFC. ഈ KFCക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെജിറ്റബിൾ ബർഗർ എന്ന് പറയുന്ന ഒരു ബ്ലണ്ടർ, ഒരു ഭൂലോക ബ്ലണ്ടർ അവരുടെ മെനുവിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നെങ്കിൽ അത്രത്തോളം ഗതികേടാണ് ഇത്തരം ആളുകളെ കൊണ്ടുണ്ടാകുന്നത്. അപ്പം അവർക്ക് അത് ആ ഒരു ബിസിനസ് കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ അവിടെ കയറിട്ട് ചെന്നിട്ട് ചോദിക്കും, എന്താടാ നിനക്ക് വെജിറ്റബിൾ ബർഗർ കൊടുത്താൽ എന്താ, വെജിറ്റബിൾ പിസ്സ കൊടുത്താൽ എന്താ. ഓരോ ലോക പ്രശസ്തമായ ഫുഡ് ബ്രാൻഡുകളും ഫുഡ് ചെയിനുകളും ഇങ്ങനത്തെ ബ്ലണ്ടറുകൾ അത് എത്രത്തോളം ഹെൽത്തിയാ ഇന്ത്യയിൽ വരും. അത് എത്രത്തോളം ഹെൽത്തി ആണെന്നോ എത്രത്തോളം അതിന്റെ വെജിറ്റേറിയൻ ഫുഡിന്റെ ഈ പറഞ്ഞ പല ഗുണങ്ങളുണ്ടാവും. അത് ശീലിച്ചവർ അത് തന്നെ കഴിക്കട്ടെ, അതിനകത്തൊന്നും നമുക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷെ ഈ പറയുന്ന ബ്രാൻഡുകൾ ഇവരുടെ ടേസ്റ്റ് അനുസരിച്ച് വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കാൻ നിർബന്ധിതരാകുമ്പോൾ അതിനകത്ത് ചേർക്കേണ്ടി വരുന്ന ചേരുവകളെ പറ്റി ഒന്നും ആരും ബോധേഡാവുന്നില്ല. അതിന് ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകൾ അല്ലെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് പോലും ആരും ആലോചിക്കുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ പോലും ഒരു സമയത്തല്ല ഇപ്പോഴും ഉണ്ട് ഈ സോയ മീറ്റ്. അതിനെ എന്തിനു മീറ്റ് എന്ന് വിളിക്കുന്നു? ഇറച്ചി തിന്നണ ഇറച്ചി തിന്നാ പോരെ. ഇതിനെ ശരിക്കുമുള്ള
മീറ്റിനോട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നോട് ഒരിക്കലും ഇങ്ങനത്തെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഷെഫ് പറഞ്ഞത്, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി കുറച്ച് ചിക്കൻ സ്റ്റോക്ക് അതിനകത്ത് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്, ചിക്കൻ ക്യൂബ്സ് ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അതൊക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട് ആള്. അത് ഇവിടുത്തെ കേരളത്തിലെ കാര്യമല്ല പറഞ്ഞത്. ഇത് കേരളത്തിലെ പ്രശ്നമല്ല. നോർത്ത് കേരളത്തിലെ ആ പ്രശ്നം. നോർത്ത് ഇന്ത്യയിൽ അങ്ങനത്തെ റെസ്റ്റോറൻറ്റുകൾ ഇങ്ങനെ അത് പണ്ട് ഒരു തമാശ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ ഒരു പ്രമുഖ ഒരു പാചകക്കാരൻ, കല്യാണ സദ്യകളുടെയൊക്കെ ഒരു രാജാവായിരുന്ന ആള്, അദ്ദേഹത്തിന്റെ പ്രിപ്പറേഷനിൽ ഉണ്ടാക്കുന്ന സാമ്പാറിന് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരുന്നു. ആ ഫ്ലേവറിന്റെ രഹസ്യം പിന്നീട് അദ്ദേഹം റിവീൽ ചെയ്ത്, അദ്ദേഹത്തിന്റെ ഊന്നുവടിയിൽ ഒരു ചെറിയ ഒരു ക്യാവിറ്റി ഉണ്ടായിരുന്നു, അതിനകത്ത് ചെമ്മീൻ പൊടി നിറച്ചിട്ടുണ്ട്. ആ ചെമ്മീൻ പൊടിയാണ് ഈ സാമ്പാറിന് ഇത്രയും വിശേഷമായിട്ടുള്ള ടേസ്റ്റും അരോമയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അറിയാതെ ഈ പറഞ്ഞ മാംസഭക്ഷണം കഴിച്ചു പോയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഇതിനകത്തൊന്നും നമുക്ക് ഏതാണ് നല്ലത് ഏതാണ് ചീത്തതെന്നൊന്നും പറയേണ്ട കാര്യമില്ല. അവരവരൊക്കെ ഇഷ്ടമുള്ളത് കഴിക്കട്ടെ. അതിനെ ഒരു പൊളിറ്റിക്സ് ആക്കി മാറ്റിയിട്ട് അതിനെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുമ്പോഴാണ് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവരവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് നമ്മൾ പറയും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് അവർ പറയും. അതാണ് ഇതിലെ വ്യത്യാസം. തൽക്കാലം നമ്മുടെ നാട്ടിലോട്ട് അങ്ങനെ ഒരു പ്രശ്നം ആരും കൊണ്ടുവരണ്ട, നമ്മളോട്ട് അംഗീകരിക്കാനും പോകുന്നില്ല. തീർച്ചയായും. സിനിമയിലേക്ക് തിരിച്ചു വരാം. സോ ഇതിന്റെ ഷൂട്ടിംഗ് എത്ര ദിവസമായിരുന്നു? അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണ് ഇതിന്റെ ഷൂട്ട് നടന്നത് അല്ലേ? ആ ഒരു അതെ 2025 ഏപ്രിൽ മെയ് സമയത്ത് വരെ, എന്നാൽ ഒരു 16 ദിവസം കൊണ്ടാണ് ഇതിന്റെ ഷൂട്ട് ചെയ്തത്. ഓക്കെ. ആരൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ, താരങ്ങൾ? ഇതില് പ്രധാന താരങ്ങൾ എന്ന് പറയുമ്പം സൈജു കുറുപ്പ്, അജു വർഗീസ്, പ്രശാന്ത് അലക്സാണ്ടർ, ജാഫർ ഇടുക്കി, TG രവി, അതുപോലെ തന്നെ വിജയ് മേനോൻ, പിന്നെ സോഹൻ സീനിലാൽ, ഇങ്ങനെ പ്രശാന്ത് മുരളി, അങ്ങനെ കുറച്ച് ആക്ടേഴ്സ്, അനുമോൾ, മഞ്ജുപിള്ള, സരിത കുക്കു, അങ്ങനെ കുറച്ച് ആക്ട്രസ്മാരുണ്ട്. പിന്നെ അതിനകത്തൊരു പ്രധാന വേഷം ചെയ്തിരിക്കുന്ന സംവിധായകൻ തന്നെയായ ശ്രീ M. A. നിഷാദ് തന്നെയാണ്. അദ്ദേഹം അതിനകത്തൊരു ഒരു നായകൻ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ പ്രധാന കഥാപാത്രം. ആ കഥാപാത്രത്തിലൂടെയാണ് ഈ കഥ അല്ലെങ്കിൽ ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നതും കൺക്ലൂഡ് ആവുന്നതും. പക്ഷെ ഇതിനകത്ത് ഒരിക്കലും നല്ലൊരു താരനിരയാണ്. അതെ. ശരി. താങ്കളുടെ ഭാവി പ്രോജക്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? അതോ മനസ്സിൽ ഇനിയും കഥകൾ ഉണ്ടായി വരുന്നുണ്ടോ? കഥകൾ തിരക്കഥകൾ, അങ്ങനെയുള്ള ഭാവി പരിപാടികൾ? കഥകൾ എന്തായാലും ഒരുപാടുണ്ട്. ഇപ്പൊ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഛായാഗ്രഹകനായ സാദത്ത് സൈനുദ്ദീൻ, അദ്ദേഹം ആദ്യമായിട്ട് സംവിധായകനാകുന്ന ഒരു പേരിടാത്ത ചിത്രമുണ്ട്. അത് ഏതാണ്ട് ഒരു 75% ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഓഗസ്റ്റിൽ റെസ്യൂം ചെയ്യാനിരിക്കുകയാണ്. കാരണം ഒരു പ്രമുഖ താരത്തിന് വേണ്ടിയിട്ട് ഡേറ്റ് നോക്കിയിരുന്നാണ്. അവര് ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ ചെയ്യാവുള്ളൂ. അപ്പോൾ ആ ഒരു ചിത്രം ഉണ്ട്. അതിന്റെ തിരക്കഥ M. A. നിഷാദ് തന്നെയാണ്. അതുപോലെ തന്നെ അതിലെ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അജു വർഗീസ്, അൽത്താഫ് സലീം, അതുപോലെ അങ്ങനെയുള്ള ഒരു താരനിര അതിലുണ്ട്. അശ്വിൻ മാത്യു. ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് അതിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ആണ്. ആ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അവർ എന്തായാലും അധികം താമസിയായി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ആ വാർത്ത പുറത്തു വരും. അപ്പൊ അതിന്റെ സംഭാഷണം ഞാൻ ചെയ്യുന്നുണ്ട്, സ്ക്രിപ്റ്റിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്ക്രിപ്റ്റ് ആരാണ് അതിന്റെ? അതിന്റെ സ്ക്രിപ്റ്റ് M. A. നിഷാദ് സാറാണ്. അത് ആ ടീം. അദ്ദേഹം അതിനകത്തൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെയാണ് അതിന്റെ കഥയും തിരക്കഥയും ചെയ്യുന്നത്. അപ്പൊ അതിൽ ഞാൻ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സ്ക്രിപ്റ്റിന്റെ കാര്യത്തില്. പിന്നെ ഡയലോഗ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു മേക്ക് ഓവറിൽ ഒരു പോലീസ് വേഷം ചെയ്യുന്നുണ്ട്. കുറച്ച് ഏജ്ഡ് ആയിട്ടൊരു ക്യാരക്ടറാണ്. അതെ, അത് പുറത്തുവിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, പുറത്തുവിട്ടിട്ടുണ്ട്. ഓക്കെ. ഈ അശ്വിൻ എന്ന് പറയുന്ന ആള് മറ്റേ കുറച്ച് എക്സെൻട്രിക് ആയിട്ടൊക്കെ അഭിനയിക്കുന്ന ഒരു വിഷയമാണോ?
നമ്മുടെ ഭീമന്റെ വഴിയില് ഡോക്ടർ സെഡ്രിക് സൈമൺ അതികുന്തം യെസ് എന്ന് യെസ് പറഞ്ഞ യെസ് അത് ക്യാരക്ടർ ചെയ്ത്, തന്നെയാണ് ഉദ്ദേശിച്ചത്, അത് തന്നെയാണ് അതായത് ഉദ്ദേശിച്ചത്. ഭീമൻ സിംഗിൾ അല്ലേ? മാൾട്ട് വിസ്കി കൊണ്ട് വാ അതെ, കുലുക്കുഴിഞ്ഞ് കഴുകുന്ന ആള്. വഴിയല്ലേ, തരാൻ പറ്റില്ല, പൊയ്ക്കോ. ഓർമ്മയുണ്ട്. കൊള്ളാം, അത് നല്ലൊരു കക്ഷിയാണ്. അദ്ദേഹം ആ സിനിമയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് ഡയലോഗ്സ് എല്ലാം അദ്ദേഹത്തിന്റെ തന്നെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഡയലോഗ്സ് എഴുതാൻ പറ്റി എന്ന് പറയുന്നതാണ് വേറൊരു വലിയ രസകരമായിട്ടുള്ള ഒരു ട്രിവിയ വരുന്നത്. അപ്പൊ ഇതില് ഈ ലർക്കിലാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും അധികം ഇംഗ്ലീഷ് പറയുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് വിജയ് മേനോൻ. അദ്ദേഹത്തിന് വേണ്ടി അതെ ഇംഗ്ലീഷ് അതെ അതെ ഡയലോഗ്സ് അതെ എഴുതാൻ അത് പറ്റി. നമ്മുടെ സ്ഥിരം സൈക്കാട്രിസ്റ്റ്. അതെ അതെ അതെ, സി മിസ്റ്റർ എന്ന് പറഞ്ഞു വരുന്ന ആള്. അതെ അതെ അതെ, മറക്കാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി ഇംഗ്ലീഷ് ഡയലോഗ്, അദ്ദേഹം ഇതിനകത്തൊരു CCF ആയിട്ടാണ് വരുന്നത്, ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്. അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഡയലോഗ്സ് എഴുതാൻ പറ്റി. ഇപ്പൊ ഇതിലെ പുതിയ തലമുറയിലെ ഇംഗ്ലീഷുകാരനായ അശ്വിൻ മാത്യുവിന് വേണ്ടിയിട്ടും അശ്വിന് വേണ്ടി. ഡയലോഗ്സ് എഴുതാൻ പറ്റി. ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. പിന്നെ പ്രോജക്ട്സ് പലതും ഡിസ്കഷനിൽ ഇരിക്കുന്നുണ്ട്, പല ആളുകളും സമീപിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഇപ്പം നിലവിൽ നിൽക്കുന്ന ഈ ഒരു പ്രൊജക്റ്റിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് മറ്റു പ്രൊജക്റ്റിലേക്ക് നീങ്ങും. അതിനകത്ത് 1-2 സംഭവങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ റിവീൽ ചെയ്യാറായിട്ടില്ല. തീർച്ചയായിട്ടും സജീവമായിട്ട് സ്ക്രിപ്റ്റിംഗിൽ ഉണ്ടാവും. പിന്നെ ബാക്കി മേഖലകളിലേക്ക് കടക്കണോ വേണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഒരു സക്സസ് പോലെ തീരുമാനിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ സാധാരണ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം സിനിമയായി തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. അതിന്റെ എഴുത്തുകാരനായ ജുബിൻ, താങ്കൾക്ക് സാധാരണക്കാരായ പൊതുജനങ്ങളോട് എന്തെങ്കിലും സന്ദേശം അറിയിക്കാനുണ്ടോ? സാധാരണക്കാരായ പൊതുജനങ്ങളോട് പ്രത്യേകിച്ചായിട്ട് അങ്ങനെ ഒന്നും പറയാനില്ല. പക്ഷെ നമ്മൾ സാധാരണക്കാരുടെ വിഷയമാണ് സംസാരിക്കുന്നത്. സാധാരണക്കാരെന്ന് പറയുമ്പോൾ മലയോര കർഷകരുടെ ആ ഒരു ജനതയുടെ വിഷയമാണ് സംസാരിക്കുന്നത്. പിന്നെ അതിലുപരി ഇതിനകത്ത് പറയുന്നൊരു പൊളിറ്റിക്സ്, സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് പ്രദേശത്തും ഏത് സമയത്തും നമ്മളെയൊക്കെ ഈ പറഞ്ഞ ചില ആളുകൾ അവർ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കടന്നുകയറ്റങ്ങൾ, ആ ഒരു ട്രസ്പാസിംഗിൽ, ആ ഇൻവേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഗൗരവതരമായിട്ട് നമ്മൾ സമീപിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം അതൊരു ഈ പറഞ്ഞ ഈ ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല സംഭവിക്കുന്നത്, അത് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മളെ പല കാര്യങ്ങളിലൂടെ വിശ്വാസത്തിൽ എടുക്കുകയും അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള രീതിയിൽ നമ്മളെ സമീപിക്കുകയും നമുക്ക് എന്തുകൊണ്ടും നല്ലൊരാളാണെന്ന് തോന്നിക്കുന്ന ആ ഒരു പ്രതീതി ഉളവാക്കുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തിട്ട് തീർത്തും 360 ഡിഗ്രി തിരിഞ്ഞ് മറ്റൊരു രീതിയിലേക്ക് നമ്മളെ കുഴിയിലാക്കുന്ന അല്ലെങ്കിൽ അവരുടെ വലയിലാക്കുന്ന, അതുകൊണ്ടാണ് ഇതിനകത്തൊരു ചോദ്യം വരുന്നത്, ഹൂ ഇസ് ദ റിയൽ പ്രൊഡേറ്റർ, മാൻ ഓർ ആനിമൽ? അത് മനുഷ്യനാണോ മൃഗമാണോ ശരിക്കുമുള്ള പ്രൊഡേറ്റർ, അല്ലെങ്കിൽ നരഭോജി എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ചോദ്യം കൂടി സിനിമ ഉയർത്തുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു വാർണിംഗ് ആണ്, ഒരു ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ ഒരു ട്രിഗറാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ എത്രത്തോളം നമ്മൾ ആ ഒരു കാര്യത്തെപ്പറ്റി അലാംഡ് ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് സിനിമ കാണുക, ആ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ സത്യസന്ധമായിട്ട് തന്നെ പങ്കുവയ്ക്കുക, അത്രയും പറയാം. എന്തായാലും വളരെ സന്തോഷം ജുബിൻ, താങ്കളുടെ സിനിമ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. എല്ലാവിധ ആശംസകളും, മുന്നോട്ടുള്ള പ്രൊജക്റ്റുകളും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി. മറ്റൊരു ചർച്ചയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ.